ഇന്ന് ഈ ചാനലുകാരോട് എന്തൊരു പറയാൻ, അവരെല്ലാവരും കൂടെ അവനെ കൊന്ന് പ്രിയമായി അവഹേളിച്ച് ജാതി കുറഞ്ഞവനെന്നും കറുത്തവനെന്നും പറഞ്ഞ് അവരെല്ലാവരും അവനെ കൊന്ന് കൊല വിളിച്ച് പുഴുത്തവനെന്നും പട്ടിയെന്നും നാറിയെന്നും വിദ്യാർത്ഥികളെ മുമ്പിട്ട് അവനെ എന്തിന് മാനസികമായി പീഡിപ്പിച്ച് കൊന്നവനെ. ആ കോളേജിലേര് എന്ത് നിയമ നടപടി എടുത്താലും അവർ പുറത്തു വരും. സിദ്ധാർത്ഥനെ കൊന്നവർ പുറത്തു വന്നില്ലേ? പിന്നെ യവന്മാരെല്ലാം അതിനകത്ത് പണച്ചാക്കുകളാണ് 3-4 പ്രാവശ്യം അനുഭവിച്ചത്. ഞങ്ങൾ അതിനകത്തിട്ട് കറക്കിയിട്ടുണ്ട്. അവന്മാർ 3 അധ്യാപകരാണ് അവരെ കൊന്നത്. അവർക്കെതിരെ നടപടി എടുത്തേ പറ്റുള്ളൂ. എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ. പണസ്വാധീനത്തിൽ അവർ രക്ഷപ്പെടും. പക്ഷെ ഒരു വിദ്യാർത്ഥിക്കും ഇങ്ങനെ ഉണ്ടാവില്ല. മേലിൽ ഞങ്ങൾ കൂലിപ്പടിയല്ലേ കഷ്ടപ്പെട്ടല്ലേ പഠിപ്പിച്ചു. ഓരോ മാസത്തെ ഫീസ് ഞങ്ങൾ കൊടുക്കാനുള്ള പാട് ഞങ്ങൾക്കറിയാം. എന്നിട്ട് അവര് സൈബർ കൊല്ലപ്പോ അവന്മാർ പറഞ്ഞ് കോളേജുകാർ പറഞ്ഞ് അവരെ പേരിൽ കൊടുക്കണോ അറിയാം. അതിന് പോലും അവന്മാർ അവർ ഒരു രൂപ കൊടുത്തിട്ടില്ല. ഇത് യാതൊരു നീതി, ഒരു നീതിക്കും ഇത് ഒന്നും ചെയ്യാൻ പറ്റൂല. അഞ്ചറക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ പണച്ചാക്കുകളെ കുത്തൊഴുക്കും ഡ്രഗ്സും മദ്യവും മയക്കുമരുന്നും ഞാൻ പോയി കണ്ടതാണ്. അതിനകത്ത് കംപ്ലീറ്റ് കുപ്പിയും സിറിഞ്ചുകളെ ഉണ്ട്. അവിടെ 2 വാർഡന്മാരുണ്ട്. അതിൽ ഒരു വാർഡൻ എന്ന് പറയുന്ന കമൽ എന്ന് പറയുന്ന ആള് ഇവനെ സിക്ക് റൂമിലിട്ട് പൂട്ടി, ഒറ്റ റൂമിൽ. എൻ്റെ കുട്ടി ഇപ്പം അവിടെയാണ് കിടക്കുന്നത്. ഒറ്റയ്ക്ക് കിടന്നാണ് പഠിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് എടുത്ത് മാറ്റിക്കളഞ്ഞു. അറിയാം, ഈ റാമ് മുഖാന്തരം HOD മുഖാന്തരം അങ്ങനെ ഇതൊന്നും വീട്ടിൽ പറയൂല. എല്ലാ സഹോദരിമാരോടെയാണ് പറയണത്. അവര് വിളിച്ചു വെച്ച് എന്നോട് ഇവളോടെ പറയാതെ. കാരണം അവൻ പഠിക്കട്ടെ എന്ന് പറയുന്നത്. ഇന്നലെ അവരെ ഒരുപാട് അവര് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൻ മനഃപൂർവ്വം കൊലപ്പെടുത്തണേ. അവൻ ആത്മഹത്യ ചെയ്യൂല. അവൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 4:30 ട്രെയിനിൽ ഇന്നലെ 4:30 ട്രെയിൻ ഇന്ന് 6 മണിക്ക് ഇവിടെ എത്തേണ്ടതാണ്. എല്ലാം ബുക്ക് ചെയ്ത് അച്ഛാ അമ്മ എല്ലാം ബുക്ക് ചെയ്ത് 6 മണിക്ക് ചായ ഇട്ട് വെച്ചിരിക്കണേ അച്ഛാ എന്ന് പറഞ്ഞ അവൻ എങ്ങനെ ആത്മഹത്യ ചെയ്യൂല. അവര് ചെയ്യിച്ചതാണ്. എൻ്റെ മോന് ഒരു പെൺഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ പെൺഫ്രണ്ട് വേറെ പാലക്കാട്ടുള്ള ഒരു പയ്യനുമായിട്ട് കമ്പനി ആയപ്പോൾ അതിൻ്റെ പേരിലൊരു ഇഷ്യൂസ് ഉണ്ടാക്കി. ആ പാലക്കാട്ടുള്ള പയ്യനും അവളുമായിട്ട് പിണങ്ങിയപ്പോൾ ഇവൻ പറഞ്ഞു ഇവൻ്റെ കൂടെ പറഞ്ഞ് വന്നത് നിങ്ങൾ രമ്യതപ്പെടുത്തി തരാം. അപ്പോഴവൻ പറഞ്ഞു ഞാൻ പഠിക്കാനാണ് വന്നത്, എനിക്ക് വേറൊന്നും അറിയണ്ട, നീ നിൻ്റെ പാടുവാക്കി പോവാൻ. എന്നിട്ട് ആ പയ്യന്മാർ കോളേജിൽ കയറി പ്രശ്നം ഉണ്ടാക്കി. അവരെ തമ്മിൽ സൗഹൃദത്തിലാക്കാൻ വേണ്ടി വീണ്ടും അവിടെ പ്രശ്നങ്ങളായി. അങ്ങനെ കേസായി, വഴക്കായി. അവർ കേസ് കൊടുത്ത് അവനെതിരെ. ഞങ്ങൾ ചെന്നപ്പോൾ അവർ ഒതുക്കിയെന്ന് പറഞ്ഞാൽ അവർ തന്നേം തള്ള അറിഞ്ഞിട്ട് പറഞ്ഞ് ഇത് കൊച്ചു പിള്ളേരെ കളിയാണ്, ഇത് അവൻ്റെ ഭാവിയാണ്, അവൻ മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്യണേണ്, ഞങ്ങൾ അവനെതിരെ നിൽക്കൂല, അവന്മാരെ കളിച്ച കളിയാണ്, അവരെ മക്കൾ. എൻ്റെ കൂടെ മാപ്പ് ചോദിച്ച് അവരെ കേസിൽ നിന്ന് ഒഴിവാക്കി. എൻ്റെ നിതിൻ മോനാ. എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആ കോളേജിൽ ഞങ്ങളെ ഒന്ന് എഴുതി വായിച്ചു എവനെ എന്നെ കോളേജിൽ നിന്ന് വെളിയിലാക്കുമെന്നും പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം അവരെ മൃഗീയമായി അവർ കൊന്നെന്നോ എന്തെല്ലാം ചെയ്തെന്നോ. ഇനി എൻ്റെ കുട്ടി അനുഭവിക്കാൻ ഒന്നുമില്ല. മൊത്തം നാണയം പേരെയാണ് അവൻ ആത്മഹത്യ ചെയ്തതെന്നാ നിങ്ങൾ പറഞ്ഞല്ല. അവൻ ആത്മഹത്യ ചെയ്യിപ്പിച്ചതാണ്. അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഞങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ട് പഠിച്ചവനാണ് അവൻ. നീറ്റിന് 2 വർഷം ഇരുന്ന് ഉറക്കൊഴിഞ്ഞ് പഠിച്ചവനാണ്. അറിയാം.